പാലക്കാട് എലപ്പുള്ളി ബ്രൂവറിയിൽ സർക്കാരിന് വൻ തിരിച്ചടി. വൻകിട മദ്യനിർമ്മാണശാലയ്ക്കുള്ള അനുമതി ഹൈക്കോടതി റദ്ദാക്കി. ഒയാസിസ് കമ്പനിക്ക് നൽകിയ പ്രാഥമിക അനുമതി നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ കോടതി അംഗീകരിച്ചെന്ന് നേതാക്കൾ പറഞ്ഞു. സർക്കാരിനേറ്റ കനത്ത പ്രഹരമെന്ന് KCBC മദ്യവിരുദ്ധ സമിതി. നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമാണ് സർക്കാരിന്റെ പ്രാഥമിക അനുമതി എന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണം. കൃത്യമായ പഠനവും നടത്തിയില്ല. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് വൻകിട മദ്യനിർമ്മാണശാല തുടങ്ങാൻ ഒയാസിസ് കമ്പനിക്ക് നൽകിയ അനുമതി ഹൈക്കോടതി റദ്ദാക്കിയത്. കൃത്യമായ പഠനം നടത്തി നടപടിക്രമങ്ങൾ പാലിച്ച് പുതിയ തീരുമാനമെടുക്കാമെന്നും ജസ്റ്റിസുമാരായ സതീഷ് നൈനാൻ, P. കൃഷ്ണകുമാർ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയതിനെതിരെയുള്ള പൊതുതാൽപര്യ ഹർജികളാണ് ഹൈക്കോടതി പരിഗണിച്ചത്. തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഹൈക്കോടതി അംഗീകരിച്ചെന്ന പ്രതിപക്ഷം. എക്സൈസ് മന്ത്രി MP രാജേഷിനും വിമർശനം. എക്സൈസ് മന്ത്രിയുടെ കറുത്ത കരങ്ങൾ ഈ എലപ്പള്ളി ബ്രൂവറിക്ക് പുറകിലുണ്ട്. ഈ സർക്കാരിന്റെ കറുത്ത കരങ്ങളുണ്ട്. അത് അഴിമതിയായിരുന്നു. ഡൽഹി മദ്യനയ കേസിൽ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനിയാണ് കേരളത്തിൽ കൊണ്ടുവന്നത്. ഞങ്ങൾ നേരത്തെ ആവശ്യപ്പെട്ടതല്ലേ സർക്കാരിന്റെ തെറ്റായ നയം. പ്രതിപക്ഷത്തിൽ അതിശക്തമായിട്ട് നിയമസഭയ്ക്കകത്തും പുറത്തും സമരം ചെയ്ത കാര്യമല്ലേ. ഞങ്ങളുടെ വിജയമാണ്, ജനങ്ങളുടെ വിജയമാണ്. അതിരൂക്ഷമായ ജലക്ഷാമം നേരിടുന്ന എലപ്പുള്ളിയിൽ ഇത്രയും വലിയൊരു പ്ലാന്റ് വരുന്നതോടെ നാട് മരുഭൂമിയാകും. ഭൂഗർഭജലം വറ്റുന്നത് കർഷകരെ പ്രതിസന്ധിയിലാക്കുമെന്നുമായിരുന്നു പൊതുതാൽപര്യ ഹർജികൾ. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.